ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു KshethraBhoomi'sVlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് ചെമ്പരത്തിത്താളി ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ചെമ്പരത്തിത്താളി ആക്ച്വലി ഒരു നാച്ചുറൽ ഷാമ്പു ആണ്. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല നമ്മുടെ ഹെയറിന്. മാത്രമല്ല ഇത് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിനും മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ഷൈനി ആവുന്നതിനും മുടിയുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളുടെ ഒരു സൊല്യൂഷനാണ് ഈ ചെമ്പരത്തിത്താളി നമ്മൾ യൂസ് ചെയ്താൽ മാറുന്നത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഈ ചെമ്പരത്തിത്താളി മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കറ്റാർവാഴയോ കറിവേപ്പിലയോ മൈലാഞ്ചിയോ എന്ത് നാച്ചുറൽ ലീഫുകളുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മളിത് അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. മാത്രവുമല്ല, കുട്ടികൾക്കടക്കം പ്രായഭേദമന്യേ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, അത് ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷാമ്പു ആണിത്. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തലയിൽ തണുപ്പ് താഴ്ന്നാൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം. 10 മിനിറ്റിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ചെമ്പരത്തിത്താളി ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആറു എന്തോ ചെയ്യുവാ? ചെമ്പരത്തിത്താളി ഉണ്ടാക്കാൻ പോവാ. എന്തിനാ? മുടി തേക്കാനും ബാർബിയുടെ മുടി തേക്കാനും. ബാർബിയുടെ മുടി നല്ല രസം കാണാൻ. ഇതെന്തോ മരവാ? ചെമ്പരത്തി. വെരി ഗുഡ്. ഇതിന്റെ ഇല എന്തോ ചെയ്യും? നമ്മുടെ മുടി ഇത് അരച്ചിട്ട് നമ്മുടെ മുടി തേച്ചാൽ നല്ല സിൽക്കി സോഫ്റ്റ് ആക്കും. ആണോ? എന്നാ നമുക്ക് ചെയ്താലോ? എന്നാ വേഗം ഇലയെല്ലാം പറിക്കും. നല്ല ഇല നോക്കി പറിക്കണേ. കേടില്ലാത്ത ഇല നോക്കി പറിക്കണേ. അത് കളഞ്ഞേരെ, പൊടിയൊക്കെ ഉള്ളത് കള. നല്ല ഫ്രഷ് ഇല എടുക്കും. പൂവും കൂടെ പറിച്ചോ കേട്ടോ വാറു. ഓക്കെ, അത് നമുക്ക് ക്ലീൻ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ വലിച്ച് പൊട്ടിക്കാതെ അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ മതിയമ്മോ പാറു. അറ്റത്ത് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ പൊട്ടി വരും പെട്ടെന്ന്. ഓക്കെ അമ്മു. കാണിച്ചേ. ഓ, അമ്മു പറിച്ചോ? വാവ്, സൂപ്പർ. നമുക്ക് തല തേക്കാം, സുന്ദരിയാവാം. ഓക്കെ, അപ്പം നമ്മുടെ ഹെയറൊക്കെ നല്ല ക്ലീൻ ആവും. എന്തിയാ കാണിച്ചേ? കുറെ പറിച്ചല്ലോ. ഓക്കെ, ചെമ്പരത്തിപ്പൂ ഇതും കൂടെ നമുക്ക് അരച്ച് ചേർക്കാം. സൂപ്പർ. ഞാൻ ഓർക്കാതൊക്കെ പറിച്ചാടാ, സാരമില്ല. കൊറേ ഇലയായോ? നമുക്ക് അരയ്ക്കാന്നോ? ഇത്രയും മതി മോനെ. ഫുള്ളൊന്നും വേണ്ട, അത്രയൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല മോനെ, കുറച്ച് മതി. ആണോ? ഓക്കെ. മതി മോനെ, എടുക്കുവാ. അമ്മൂന് സുന്ദരിയാവണോ? പാറുനെ കൂടി സുന്ദരിയാവണോ? ഓക്കെ, എന്നാ രണ്ടുപേരും സുന്ദരിയായിക്കോ. ഓക്കെ, അമ്മൂനും ഫുള്ളുണ്ടല്ലോ. മതി. നമുക്കിനി അത് ഇത് ചെയ്യണം, എടുത്ത് അരച്ചെടുക്കണം. അരയ്ക്കാം. അത് മതി അമ്മു, രണ്ടുപേർക്കൂടെ അത് മതി സുന്ദരിയാവാൻ. ഉണ്ട്, അത് മതിയടാ കണ്ണ, മതി.
ബാ, ഇനി നന്നായിട്ട് വാഷ് ചെയ്യണം. ബാ, ഒരു പാത്രം എടുത്തോണ്ട് വാ. ഇനി മൊത്തം വെക്കാം. ആൻറ്റി ഇപ്പൊ ഇല്ല, മൊത്തം വെച്ചില്ല. ഓക്കേ. എടാ ആദ്യം തന്നെ വെച്ച് കഴിയാൻ പോവാറു. മൈലാഞ്ചി ഇറക്കാൻ പോവാ. മൈലാഞ്ചി ഇടലയാ? അത് മുടി തേക്കാൻ നല്ലയാ. കണ്ട മൈലാഞ്ചി ഇടല. ഇതും കൂടെ നമുക്ക് എന്തായാലും തലമുടി തേക്കുന്ന നല്ലതാണ്. നമുക്ക് എന്തായാലും താളി അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ മൈലാഞ്ചിയുടെ ഇലയും കൂടെ കുറച്ച് അരച്ച് ചേർക്കാം. ഓക്കെ, പറിച്ചേ പാറും, അങ്ങോട്ട് നീങ്ങി നിൽക്കും മോനെ. ഈ മൈലാഞ്ചി പറിക്കാനായിട്ട് ഇതിലത്തെ ഒരു തണ്ട് കണ്ടോ, അതെ ഈ ഒരു തണ്ട് ഇങ്ങനെ പിടിക്കണം. ഇതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിങ്ങെടുക്കണം. അയ്യോ ഇത് പൊട്ടി വന്നു. പൊട്ടി വരരുത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലത്തെ ഒരു തണ്ടി പിടിച്ചിട്ട് വലിക്കണം. അപ്പം അങ്ങനെ വരും. യെസ്, ഫ്ലവർ കണ്ടോ, ഫ്ലവർ ഷേപ്പിലാണ് വരുന്നത്. മതി. ഇനി നമുക്ക് അരയ്ക്കാൻ പോയി. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിനി ഇത് അരച്ചെടുക്കാം. എന്തിയേ? ഓക്കേ ഓക്കേ, പോവാം. അരച്ചെടുക്കാം ഇനി. പോവാൻ പാറു. ബാ, പൊക്കോ പൊക്കോ. ബാ വാടാ. നമുക്കൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ പറിക്കാമേ. എടാ നല്ല തണ്ട് നോക്കി, 2 തണ്ട് പറിച്ചാൽ മതി. ഇതിനകത്ത് ഒത്തിരി ഇല്ല, കുറച്ചേ ഉള്ളൂ. ഓ മതി. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഓക്കെ, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടോ അമ്മു? ആ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതാണ് നമ്മൾ അരിച്ചെടുത്ത താളി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ശരിക്കും നാച്ചുറൽ ഷാമ്പു ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. മുടി നല്ല ഹെൽത്തി ആവും. മുടിയിലുള്ള അഴുക്കുകളും പൊടികളും ഒക്കെ മാറും. പിന്നെ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പാണ് ഇതിട്ടാൽ. നല്ല സ്മൂത്ത് ആവും തലമുടി. നമുക്കിനി ഇതൊന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെയുണ്ടടാ? നല്ല സുഖം. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. ഉടുപ്പുണ്ടോ? ഇതുണ്ടോ, ഞങ്ങളതും കൊണ്ടുള്ള സ്ലൈമും കൊണ്ട് കളിക്കുക. എന്റെ കയ്യിൽ നിന്ന് ഒട്ടിയിരിക്കുക. എന്റെ കൈയും തണുക്കുന്നു. തണുത്ത വെള്ളം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തണുത്ത വെള്ളം എന്റെ തലയിൽ ഇടുന്നവരുണ്ടല്ലേ. പാതിരാത്രി തലയഞ്ച് കുളിക്കാൻ പോകുമ്പോഴേക്കും തണുത്ത വെള്ളം എടുത്തിടുന്ന പോലെ ഉണ്ട് തലയില്. എന്റെ ഉടുപ്പ് ഇത് തേച്ച് കഴിഞ്ഞ് നല്ല സുഖമാടാ, നല്ല തണുപ്പാ തലയ്ക്ക്. അയ്യോ കുളിക്കാൻ ഉടുപ്പിലാക്കാം. ഞാൻ അമ്മൂൻ്റെ ഉടുപ്പിലാക്കാൻ പോവാം. ഞാൻ അമ്മൂൻ്റെ ഉടുപ്പേ തേച്ചു. അമ്മ മൊത്തവും കളയണ്ട. നമുക്ക് അപ്പാടെ കടയിൽ പോയിട്ട് നമുക്ക് ഇതും കൊണ്ട് സ്ലൈം ഉണ്ടാക്കാം. സ്ലൈം അല്ല, നമുക്കിതുണ്ടാക്കാം, സ്ക്വിഷി.
കളയണ്ട. അമ്മു അതെടുത്ത് ഇത് എടുക്കണ്ട. തണുപ്പ് സോപ്പാവുന്നുണ്ടോ? സോപ്പ് പോലെ പതയുന്നടാ. ഒരു 10 മിനിറ്റെങ്കിലും മിനിമം ഇത് വെക്കണം. ഞാൻ 1 മണിക്കൂർ ഇടും. നല്ല തണുപ്പാ. കുറേ നേരം ഇരിക്കുന്നത് നല്ലതാ. പക്ഷെ വല്ല തലക്ക് തണുപ്പടിച്ച അസുഖം വരുന്നവരാരും ഇത്ര നേരം വെച്ചോണ്ടിരിക്കല്ലേ. പെട്ടെന്ന് കഴുകി കളയണം. ഞാൻ 1 മണിക്കൂർ ഇടും. നല്ല തണുപ്പുണ്ട്. നല്ല സുഖമുണ്ടോടാ? എല്ലായിടത്തും ആയോ മോനെ? ഇല്ല, എവിടെ ആവാത്ത? സൈഡിലൊക്കെ. ഇനി കുറച്ച് നേരം വെച്ചോണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം. ഞാൻ അമ്മൂന്റെ തലയിൽ തേച്ചു കൊടുക്കാം. എന്തോല്ലോ ഒന്ന് നല്ല തണുപ്പുണ്ടോ? പക്ഷെ ഇത് ഇച്ചിരി വീട്ടിൽ കൊണ്ടുപോയാലോ? ഇതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? ഒരു കവറിൽ ഇട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് അമ്മുക്കുട്ടിയുടെ തലത്തേക്കാം. എങ്ങനെയുണ്ട് അമ്മു? അമ്മ തണുക്കുന്നോ? നല്ല സുഖമുണ്ടോ? ഞാൻ എന്റെ ബാർബിയുടെ തലയിൽ തേക്കാൻ പോവാ. പാറുവിന്റെ ബാർബിയുടെ തലയും മുടിയും സിൽക്കി സ്മൂത്ത് ആക്കാൻ പോവാണ്. അതൊക്കെ കളയാടാ. ചെവിയിലൊന്നും പറ്റത്തില്ല. കഴുകിക്കളയാം. കഴുകിക്കളയാം. നല്ല തണുപ്പുണ്ടോ അമ്മു? എനിക്ക് തണുക്കുന്നു. അതൊന്നും സാരമില്ല അമ്മു, നമുക്ക് കഴുകാം. എന്റെ ബാർബിയുടെ തലമുടി ഉണ്ടോ? ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ മുടി ആഫ്റ്റർ കഴിക്കുന്നുണ്ടോ? നല്ല സോഫ്റ്റ്. എൻ്റെ ബാർബിയുടെ മുടി അതിന്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കിയപ്പോൾ ഇത് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ. നല്ല തണുപ്പും ഉണ്ടെന്നാണ് പാറു പറയുന്നത്. പാറുവിന് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ താളി അപ്ലൈ ചെയ്തത്. അപ്പോൾ ചെമ്പരത്തി ഇല അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും വൺസ് ഇൻ എ വീക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതുപോലെ ഒരു താളി ഉണ്ടാക്കി അതിൻ്റെ പൂവൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ പൂവും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഇത് അപ്ലൈ ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Goodbye and God bless you all.